ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം. ഹരിശ്രീ ഗണപതിയേ നമ. അവിഘ്നമസ്തു. ആകൂതി മുതലായവരുടെ സന്തതി ചരിത്രം. മൈത്രേയൻ വിതുരരോട് പറഞ്ഞു, മനുപുത്രിയായ ആകൂതിയെ രുചി എന്ന പ്രജാപതി വിവാഹം ചെയ്തു. അവരുടെ പുത്രനായി അവതരിച്ച മഹാവിഷ്ണു യജ്ഞൻ എന്ന പേരിൽ അറിയപ്പെട്ടു. ദേവഹൂതിയുടെ 9 പുത്രിമാരെ മരീചി തുടങ്ങിയ മഹർഷിമാർ വിവാഹം കഴിച്ചു. അത്രിയുടെ പത്നിയായ അനസൂയയിൽ ത്രിമൂർത്തികളുടെ അംശങ്ങളായി ചന്ദ്രൻ, ദത്താത്രേയൻ, ദുർവാസാവ് എന്നീ പുത്രന്മാരുണ്ടായി. ബ്രഹ്മദേവന്റെ പുത്രനായ ദക്ഷ പ്രജാപതിക്ക് സ്വയംഭൂ മനുവിന്റെ പുത്രിയായ പ്രസൂതിയിൽ 16 പുത്രിമാരുണ്ടായി. അവരിൽ 13 പേരെ ധർമ്മൻ എന്ന പ്രജാപതി വിവാഹം കഴിച്ചു. ശേഷിച്ചവരിൽ സ്വധയെ പിതൃക്കൾക്കും, സ്വാഹയെ അഗ്നിക്കും, സതിയെ ശ്രീ പരമേശ്വരനും വിവാഹം ചെയ്തു കൊടുത്തു. ധർമ്മന്റെ ഒരു പത്നിയായ മൂർത്തിയിൽ ഭഗവാൻ നരനാരായണന്മാരായി അവതരിച്ചു. മോക്ഷധർമ്മം പ്രചരിപ്പിക്കാനായി നരനാരായണന്മാർ ബദര്യാശ്രമത്തിൽ പോയി തപസ്സു ചെയ്തു. ദക്ഷപുത്രിയായ സതീദേവി സ്വപിതാവ് ഭർത്താവിനെ അപമാനിക്കുന്നതു സഹിക്കാനാവാതെ യാഗാഗ്നിയിൽ ദേഹത്യാഗം ചെയ്തു. ബാലേ ശുക പൈതലേ വരികിന്നു നീ കാലേ തെളിഞ്ഞു പറയകടോ ശേഷവും ഭാഗവതാർത്ഥമറിഞ്ഞു ചൊല്ലിടുവാനാഗമജ്ഞന്മാർക്കുമാവതല്ലെങ്കിലും ഞാനറിഞ്ഞുള്ള തൊട്ടു ചുരുക്കമായി ആനന്ദ സാധനമാവതു ചൊല്ലുവൻ. ഭാഷണം കേച്ചിൽ തുടങ്ങുകീലും പരിഭൂഷണം മാമകമില്ലൊരു സംശയം. കേട്ടുകൊൾകെങ്കിൽ വിസർഗം പറവതി ശ്രേഷ്ഠമായിടും ചതുർത്ഥ ഭാഗത്തിനാൽ. കാര്യസംഭൂതി വിസർഗമെന്നായതു കാര്യം ജഗത്തിങ്കലിങ്ങനെ മുമ്പിനാൽ. പ്രാണികുലത്തെ സൃഷ്ടിച്ചു വളർത്തതി പ്രാണികളിൽ പ്രധാനം മനുഷ്യർക്കല്ലോ. മാനവന്മാർ ഭഗവത് ഭജനത്തിനാൽ മാനസാനന്ദം ഭവിപ്പതത്യുത്തമം. കേവലം മാനവന്മാരിൽ മുമ്പുള്ളവനാവിർഭവിച്ചാൻ മനുപ്രവരോത്തമൻ. സ്വയംഭുവാഖ്യാനവനു ശതരൂപജായ മനോഹരിയാമവൾ പെറ്റുടൻ. മൂവർ തനൂജമാർ മുമ്പിലേതാകൂതി ദേവഹൂതി തഥാ സാപി പ്രസൂതിയും. മോദേന ചെമ്മേ വളർന്നാരവർകളും സാദരമന്നു ശതരൂപയും. നൃപൻ താനും മുതിർന്നതിനാലാകൂതി തന്നെയങ്ങാനന്ദമോടും രുചയെ ദദാവിയും. മാനസ കൗതുകം പൂണ്ടു പതിയുമായി മീനകേതു ക്രീഡയാ വസിക്കുന്ന നാൾ. വന്നു ജഗന്മയനായ നാരായണൻ നന്ദനനായി ചമഞ്ഞിടിനാനഞ്ജസാ. യജ്ഞനെന്നുള്ളൊരു നാമധേയത്തോടും സുജ്ഞനാമീശ്വരൻ യൗവനാരംഭകൻ. ലക്ഷ്മി ഭഗവതി തൻ കുലജാതയാം ദക്ഷിണ തന്നെയും വേട്ടരുളിടിനാൻ. 12 നന്ദനന്മാരവൾ പെറ്റുടൻ. ആദിയിൽ വന്നുളരായിതവരുടെ നാമങ്ങളെയും ക്രമേണ ചൊല്ലിടുവൻ. ആമോദമുൾക്കൊണ്ടു കേട്ടുകൊൾകെങ്കിലോ. തോഷൻ പ്രതോഷനും സന്തോഷനും ഭദ്രൻ. ഏഷ ശാന്തിഡസ്പതിധ്മ കവിർ വിഭു. ശ്രഘ്നൻ സുദേവൻ വിരോചനൻ എന്നവർ. വിഘ്നം വിനാ ദ്വിഷഡാത്മജൈരേവ തൽ. സ്വയംഭുവാന്തര തിങ്കലമരകൾ ആയതവരിന്ദ്രനായതു യജ്ഞനും. ഏവമാകൂത്യ പത്യാഗ്നി വൈ തൗ സുതൗ
ഏവം പ്രിയവ്രതനുത്താനപാദനും രണ്ടുപേർക്കും ഭവിച്ചുള്ള പഥ്യങ്ങൾ മറ്റുണ്ടാകയില്ല ചൊൽവാൻ മനഃശക്തിമേ. വണ്ടാർത്തഴക്കുഴലാൾ ദേവഹൂതി പോന്നുണ്ടായി ചമഞ്ഞിതവൾക്കടുത്തന്തികെ. കുണ്ഠത തീർന്നവൾ തന്നെയും കർദ്ദമ നിണ്ടലൊഴിഞ്ഞു നൽകിയിടിനാനെന്നതോ മുമ്പേ പറഞ്ഞേനവൾ പെറ്റു പുത്രികളൊമ്പതു പേരിൽ കലാമൂത്തവളവൾ തൻ പ്രഥമാനന്ദ യൗവനേ. മാനസ കമ്പമൊഴിഞ്ഞനുകമ്പയാ താപസൻ സംപ്രീതനായി കൊടുത്താൻ മരീചിക്കവൻ തൻ പുത്രനായി കശ്യപൻ പ്രജാനായകൻ. താനുളനായാനവനുളവായ സന്താനജാതങ്ങളാലേ ഭുവനത്രയം പൂർണ്ണമായി വന്നു കശ്യപനിളയവൻ. പൂർണിമാസുതവിരജൻ വിശ്വകനും പൂർണിമാപുത്രി ഹരിപാദശൗചസം പൂർണ്ണയും പൂർണിമാനഞ്ചതൽ കേവലം. രണ്ടാമവളനസൂയയെ കണ്ടകതണ്ടിളകി കനിവോടുടനത്രിതാൻ കൊണ്ടാടി മാനിച്ചു വേട്ടാനവളിൽ നിന്നുണ്ടായിതത്രിമൂർത്തിം ശസൂതത്രയം. ദത്താബ്ജദുർവാസസാവപി ശ്രദ്ധായാഃ സദ്യഃ കരം പിടിച്ചങ്കിരസാ മുനി നാലാത്മജമാരവൾ പെറ്റിതു. സിനിവാലി കുഹു രാകയും തഥാനുമതി മൂവർ സുതന്മാരു തത്യൻ ബൃഹസ്പതി ദേവഗുരു സമൻ സംവർത്തനുമവർ. നാലാമതായ ഹവിർഭുവിനെ കരമാലംബിച്ചാൻ പുലസ്ത്യൻ മുഹുരേവതാം. ഉണ്ടായി തങ്ങവൾ പെറ്റുടൻ വിസ്രവസുണ്ടായ കൗതുകത്തോടവൻ താനഥ വേട്ടുകൊണ്ടിടിനാനമ്പോടിളിപിളാം വാട്ടമൊഴിഞ്ഞവൾ പെറ്റു ധനേശനെ. പ്രാപ്തരായാർദശഗ്രീവാദി പേരാത്മജന്മാരഥ കൈകസിക്കും തഥാ രാക്ഷസാധീശ്വരന്മാർ പുലഹൻ പ്രിയ സാക്ഷാൽ ഗതി ക്രിയതാൻ ക്രതുവിൻ പ്രിയ. പെറ്റുടൻ ബാലഖില്യന്മാരിരുവരും മറ്റു 12000 ബ്രഹ്മർഷികളും. തെറ്റെന്നുളവായി ചമഞ്ഞാരരുന്ധതി പെറ്റു വസിഷ്ഠനാൽ സപ്തർഷിമാർകളും. സദ്യോ ഭവിച്ചാരഥർവണനേറ്റവും വിദ്യോതിതാംഗിയാം ശാന്തി മനോഹരാ. ഖ്യാതി ഭൃഗുമുനി തൻ പ്രിയയായതി ഖ്യാതി പെറ്റുള്ള മൃകുണ്ഠു മഹാമുനി മാർക്കണ്ഡേയാഖ്യൻ. മൃകണ്ഠു തന്നാത്മജൻ കേൾക്കെടോ വേദസീരസ്സു തൻ ഭ്രാതാവും. ഇങ്ങനെ ദേവഹൂത്യാത്മജമാരവർ അങ്ങു മരീചി മുഖ്യപ്രിയമാരല്ലോ. മംഗലമാരവർക്കുള്ള പത്യോദ്ഭവം എങ്ങനെ ഞാൻ പറയുന്നു വിചാരിതേ. പിന്നെ നാരായണൻ പത്താമതങ്ങവൾ തന്നിൽ നിന്നങ്ങവതീർണനായിടിനാൻ. ശ്രീകപിലാചാര്യനായ തവൻ സർവയോഗശാസ്ത്രജ്ഞയോഗീന്ദ്രഗുരുവരൻ. അങ്ങനെയായിതതെല്ലാം പ്രസൂതിയെ തുംഗനാം ദക്ഷനായി കൊണ്ടു നൽകിയിടിനാൻ. മംഗലൻ സ്വയംഭുവൻ ശതരൂപയാ ഭംഗ്യാ പുനരവൾ പെറ്റതാ സാമ്പ്രതം. ഷോഡശ കന്യകമാരുളരായതിൽ വാടാതെ കണ്ടു 13 പേരെയും ധർമ്മരാജന്നു കൊടുത്താൻ അതിശയ സമ്മാനമാർഗേണ ദക്ഷപ്രജാധിപൻ. ശ്രദ്ധാപി മൈത്രി ദയാ ശാന്തി തുഷ്ടിയും മുഗ്ധാംഗി പുഷ്ടി ക്രിയോന്നതി ബുദ്ധിയും മേധാ തിതിക്ഷയും
ഹ്രീമൂർത്തിയെന്നവർക്കാതിക്രമാദഭിധാനങ്ങളായതിൽ ശ്രദ്ധ പെറ്റുള്ളു ശുഭൻ പ്രസാദൻ മൈത്രീപുത്രൻ നഭയൻ ദയാത്മജൻ ശാന്തിജൻ ഭദ്രൻ മുദൻ തുഷ്ടിജൻ സ്മയൻ പുഷ്ടിജൻ ഭദ്രപ്രദനായ യോഗൻ ക്രിയാത്മജൻ ദർപ്പനാകുന്നതങ്ങുന്നതീനന്ദനൻ ശില്പമെഴുമർദ്ധനായതു ബുദ്ധിജൻ മേധാത്മജൻ സ്മൃതിതാൻ ക്ഷേമനന്വഹം ബാധയൊഴിഞ്ഞ തിതിക്ഷാത്മജനപി ഹ്രീസുതൻ പ്രശ്രയൻ പോലധ കേവലം മൂർത്തിജന്മാർ നരനാരായണരല്ലോ. ഏവം 13 പെറ്റുള്ളവർ 14 സ്വാഹയെ പാവകനങ്ങു കൊടുത്തു തെളിഞ്ഞതി പാവനയാം സ്വധ തന്നെ പിതൃക്കൾക്കും കേവലം ചെമ്മേ കൊടുത്തൊടുക്കം മഹാദേവനായി കൊണ്ടു കൊടുത്തു സതിയെയും. പിന്നെ സതീവരൻ തന്നോടു സാമ്പ്രതം തന്നുള്ളിലുണ്ടായ വൈരാനുബന്ധത്താൽ ബ്രഹ്മാത്മജനായ ദക്ഷ പ്രജാപതി ദുർമത്സരേണ നശിച്ചു പോയാൻ ബലാൽ. ജയ ജയ ശ്രീരാധേശ്യാം.